ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാനായി വിട്ടുകൊടുക്കുവാൻ നീ തയ്യാറാകുന്ന നിമിഷം ദൈവം നിന്നെ അനുഗ്രഹിക്കും. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സാധിക്കാത്തതിൻ്റെ ചില മേഖലകൾ, ചില കല്ലുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 39-ാമത്തെ തിരുവചന ഭാഗത്ത് കർത്താവ് പറയുന്നൊരു വചനമുണ്ട്, കല്ലെടുത്ത് മാറ്റുവിൻ. ഹല്ലേലൂയാ. എപ്പോഴാണ് ഇത് പറയുന്നേ? എപ്പോഴാണ് പറയുന്നേ? തൻ്റെ സഹോദരൻ മരണപ്പെട്ട് 4 ദിവസമായി വേദനയോടെ ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന 2 പെങ്ങന്മാരുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് സർവശക്തനായ ദൈവം, ആദിയും അന്ത്യവുമായവൻ, എൽഷദായി, ശാലോം, വീണ്ടെടുപ്പിൻ്റെ രാജാവ്, സൗഖ്യത്തിൻ്റെ നാഥൻ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ആ കല്ലെടുത്ത് മാറ്റുക. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. Take away the stone. എടുത്തു മാറ്റുക നിന്റെ കല്ല്. ലാസറിൻ്റെ കുഴിമാടത്തിൽ നിന്നുകൊണ്ട് സർവശക്തനായ ദൈവം പറയുകയാണ്, ടേക്ക് എവേ ദ സ്റ്റോൺ. കല്ല് എടുത്ത് മാറ്റുക. കല്ല് ബൈബിളിൽ 2 ഫേസ് ഉണ്ട്. പോസിറ്റീവ് ഫേസ്, നെഗറ്റീവ് ഫേസ്. തിയോളജിക്കൽ പരമായി പറയുമ്പോൾ പോസിറ്റീവ് ഫേസ്, പിതാവായ ദൈവത്തിനെ കല്ല് എന്നാണ് വിളിച്ചിരുന്നത്. എൻ്റെ പാറയായ യഹോവേ. സങ്കീർത്തനത്തിലൂടെ ദാവീദ് പറയുകയാണ്, എൻ്റെ പാറയായ യഹോവേ, എൻ്റെ ദൈവമേ എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ പാറ, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ പാറ. ദൈവത്തെ ബൈബിളിൽ ചിത്രീകരിക്കുന്നത് പാറയായിട്ടാണ്. പോസിറ്റീവ് ഫേസ്. യേശു ക്രിസ്തുവിനെയും പറയുന്നുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല്, ശോധന ചെയ്ത കല്ല്. വീണ്ടും പറയുന്നു, 1 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നും അവർ പാനം ചെയ്തു. ആ ശിലയാണ് ക്രിസ്തു. പോസിറ്റീവ് ഫേസ് പറയുമ്പോൾ ഇവിടെ കാണിക്കുന്നു തിയോളജിക്കൽ പരമായി നന്മയുള്ള മുഖം. പിതാവായ ദൈവത്തെ പാറയെന്ന് വിളിക്കുന്നു, പുത്രനായ ദൈവത്തെ പാറ എന്ന് വിളിക്കുന്നു. ആ പാറ ഇന്ന് സങ്കീർത്തനത്തിലൂടെ കേൾക്കുമ്പോഴും പറയുകയാണ്, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ പാറ. നമുക്കറിയാം, ആദ്യത്തെ പള്ളി ഏതാ? പറയാമോ ആർക്കെങ്കിലും? ആദ്യത്തെ പള്ളി ഏതാ? യാക്കോബ് തലയണയായി വച്ചിരുന്ന ഒരു കല്ല. പഴയ നിയമത്തിൽ യാക്കോബ് തലയണയായി വച്ചിരുന്ന ഒരു കല്ലിനെ അഭിഷേകം ചെയ്ത്, എണ്ണയൊഴിച്ച് അഭിഷേകം ചെയ്ത്, അപ്രകാരമാണ് ആദ്യത്തെ ഒരു കല്ല് ദേവാലയമായി മാറുന്നത്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ആദ്യത്തെ ബൈബിൾ ഏതാ? മോശ മലമുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി കടന്നു വരുമ്പോൾ 2 കൽ പലകകൾ, ഒന്നിൽ 4 പ്രമാണങ്ങൾ, മറ്റൊന്നിൽ 6 പ്രമാണങ്ങൾ. ആദ്യത്തെ ബൈബിൾ കല്ല്, പോസിറ്റീവ് ഫേസ്. അടുത്ത ദാവീദ് കടന്നു വരുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും, തൻ്റെ ഗോലിയാത്ത്, ശത്രുവായ ഗോലിയാത്തിനെ എറിഞ്ഞ് താഴെ വീഴ്ത്തുവാൻ ഉപയോഗിച്ച കല്ല്, അത് രക്ഷയുടെ കല്ലായി മാറി. ജോർദാൻ നദിക്കരയിലൂടെ, വറ്റിവരണ്ട ജോർദാൻ നദിയിലൂടെ നടന്നു പോകുമ്പോൾ, വാഗ്ദാന പേടകവുമായി കടന്നു പോകുമ്പോൾ ജോഷുവ പറഞ്ഞു, നിങ്ങൾ പോകുന്ന വഴിയിൽ നിന്നും കല്ലുകൾ എടുക്കുക. 12 കല്ലുകൾ അവര് ശേഖരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർമ്മയുടെ സുഗന്ധമുള്ള കല്ലുകൾ, ജോർദാൻ നദിയിൽ നിന്നും എടുത്ത ഓർമ്മയുള്ള സുഗന്ധമുള്ള കല്ലുകൾ. അതാണ് ബൈബിളിൽ പോസിറ്റീവ് ഫേസ് കുറേ ഉണ്ട്. ഈ പോസിറ്റീവ് ഫേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറേ കേൾക്കാം. ഇനി ബൈബിളിൽ നെഗറ്റീവ് ഫേസ് ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നെഗറ്റീവ് ഫേസ്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 91 അധ്യായം 12 തിരുവചനത്തിൽ നമുക്കറിയാവുന്നൊരു വചനഭാഗമാണ്. നമ്മൾ എത്ര ഉറക്കത്തിലും എഴുന്നേറ്റ് പറയുന്ന ഒരു സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം. അതിൽ 91 സങ്കീർത്തനം 12 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നൊരു വാക്ക്: ചില കല്ലുകൾ നിന്റെ പാദം കല്ലിൽ തട്ടി വീഴാതിരിക്കാൻ നീ ശ്രദ്ധിക്കുക. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. മനുഷ്യ ജീവിതത്തിൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ നെഗറ്റീവ് ഫേസ്, നെഗറ്റീവ് കല്ലുകൾ എന്ന് പറയുന്നത് പ്രതിസന്ധികളുടെ കല്ലുകളായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രകേളിതയുടെ കല്ലുകളായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. രോഗങ്ങളുടെ അവസ്ഥയിൽ ഈ കല്ലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പല വിധത്തിലൂടെ ഈ കല്ലുകൾ നമ്മളെ അഭിമുഖീകരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ സർവശക്തനായ ദൈവം 1300 ദിവസങ്ങൾ ഈ പരസ്യ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവായ ദൈവം യേശുക്രിസ്തു, സർവശക്തനായ ദൈവം അഭിമുഖീകരിച്ച 5 കല്ലുകളാണ് ഇന്ന് നമ്മളിന്ന് ധ്യാന വിഷയമായിട്ട് എടുക്കുന്നത്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ കർത്താവ് സ്വീകരിച്ച, അഭിമുഖീകരിച്ച 5 കല്ലുകൾ. ഒന്നാമത്തെ കല്ല് യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായം 5 തിരുവചന ഭാഗം. ഈ വചനഭാഗത്തിൽ എന്താ പറയുന്നത്? പാപിനിയായ ഒരു സ്ത്രീയെ യഹൂദരും പുരോഹിതരും കൂടെ ആരുടെ അടുക്കലാണ് കൊണ്ടുവരുന്നത്? ആരുടെ അടുക്കലാ? യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? കല്ലുകളുണ്ടായിരുന്നു. ഈ കല്ലുകൾ എറിയാൻ അവരുടെ നിയമപ്രകാരം, ലോ പ്രകാരം, യഹൂദ നിയമപ്രകാരം പാപിനിയായ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നതാണ് അവരുടെ നിയമം. തെറ്റൊന്നും പറയാനില്ല, അല്ലേ? തെറ്റെന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഒരു തെറ്റുമില്ല. ഇവിടെ കർത്താവായ ദൈവം യേശുക്രിസ്തു നിലത്തിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ യഹൂദർ ഒരു പെണ്ണിനെ ഇങ്ങനെ വ്യഭിചാര കുറ്റത്തിന് പിടിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് ഇങ്ങനെ ഓടി വരുമ്പോൾ ഈ പാപിനിയായ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്ന് വീഴുകയാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വീഴുകയാണ്. ഞാൻ ആ കല്ലിനൊരു പേരിടുകയാണ്. എന്താ കല്ലിൻ്റെ പേര്? സ്റ്റോൺ ഓഫ് സ്ട്രഗിൾസ്. സ്റ്റോൺ ഓഫ് സ്ട്രഗിൾസ്. പോരാട്ടത്തിൻ്റെ കല്ലുകൾ. ചില സ്ട്രഗിൾസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസ്ഥകളുണ്ട്. ഇവിടെ കർത്താവ് ഈ കല്ലുകളെ എങ്ങനെയാ വിജയിച്ചത്? എങ്ങനെയാ വിജയിച്ച കർത്താവ്? സ്റ്റോൺ വൈൻ ബൈ സൈലൻസ്. നിശബ്ദതയിലൂടെ കർത്താവ് ആ കല്ലിനെ നേരിട്ടു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിശബ്ദതയിലൂടെ കർത്താവ് ആ കല്ലിനെ നേരിട്ടു. സ്റ്റോൺ വൈൻ ബൈ സൈലൻസ്. നേരിട്ടത് നിശബ്ദതയിലൂടെ. ഇന്ന് നമുക്ക് നിശബ്ദതയിലൂടെ നേരിടാൻ പറ്റാത്ത പല കല്ലുകളും ഇന്ന് നമ്മുടെ കുടുംബത്തിലുണ്ട്. കുറ്റപ്പെടുത്തലുമായി ഭർത്താവ് കടന്നു വരുമ്പോൾ നിശബ്ദതയോടെ അത് സ്വീകരിക്കാനോ അത് നേരിടാനോ നമുക്ക് സാധിക്കാറുണ്ടോ? ഇനി ഭാര്യ നമ്മുടെ മുമ്പിലേക്ക് വലിയൊരു കല്ലുമായി, പോരാട്ടത്തിൻ്റെ കല്ലുമായി, സ്ട്രഗിൾസിൻ്റെ കല്ലുമായി നമ്മുടെ നേരെ കടന്നു വരുമ്പോൾ നിശബ്ദതയോടെ നേരിടുവാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ചില കല്ലുകൾ നമ്മൾ പോരാടാൻ നിൽക്കരുത്. അത് നിശബ്ദതയോടുകൂടെ കടന്നു പോകണം.
നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലാണ് നമ്മൾ കടന്നു പോകുന്നത്. നിശബ്ദതയോടെ നേരിടേണ്ടത് നിശബ്ദതയോടെ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിൻ്റെ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നിശബ്ദതയോടെ നേരിടുവാനായി നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആദ്യത്തെ കല്ല് തന്നെ എന്നെ എറിഞ്ഞു കൊല്ലും. വലതുകരമുയർത്തി ഹല്ലേലൂയാ. കർത്താവ് അവിടെ പറഞ്ഞു, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ഹല്ലേലൂയ. അവരുടെ കയ്യിൽ, കാരണം അനുസരണയുള്ളവർ, അവരുടെ കയ്യിൽ നിയമമുണ്ട്. നിയമം പറയുന്നു, പാപിനിയായ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിയണമെന്ന് മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ഹല്ലേലൂയ. ഇവിടെ കർത്താവായ ദൈവം പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ നിങ്ങളുടെ ഭർത്താവിനെ. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ നിങ്ങളുടെ ഭാര്യയെ. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ നിങ്ങളുടെ അയൽവാസിയെ. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ നിങ്ങളുടെ സഹോദരങ്ങളെ. വലതുകരം ഉയർത്തി പറഞ്ഞാമോ? ഹല്ലേലൂയാ. നിശബ്ദതയോടെ നേരിടേണ്ടത് നിശബ്ദതയോടെ നേരിടുവാനായി എനിക്ക് സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് നേരത്തെ പറഞ്ഞത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നിശബ്ദതയോടെ കടന്നു പോകുവാൻ എനിക്ക് സാധിക്കുന്നില്ല. പല കുടുംബങ്ങളിലും ചില ഭർത്താക്കന്മാർ നിശബ്ദതയിലൂടെ കടന്നു പോകുകയാണ്. ഇന്ന് പ്രായമുള്ള അമ്മാമ്മമാർ വരെ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ് ടോക്ക് ടൈം അല്ലേ? പരിധികളില്ലാത്ത സംസാരം. പ്രൈസ് ദി ലോർഡ് അല്ലേ? മൊബൈൽ കമ്പനികൾ വരെ അങ്ങനെ വച്ചേക്കുന്നത്, അൺലിമിറ്റഡ് ടോക്ക് ടൈം, പരിധിയില്ലാതെ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കൂ. കർത്താവ് പറയുന്നു, നിശബ്ദതയോടെ നീ അത് നേരിടുവാൻ തയ്യാറായാൽ നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറകളെ, നിന്റെ മക്കളെ സകലതയും നിനക്ക് വിജയിപ്പിക്കുവാനായിട്ട് സാധിക്കും. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പാതുവായിലെ അന്തോണി എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. പാതുവായിലെ അന്തോണിയുടെ വിശുദ്ധന്റെ നാവ് ഇപ്പോഴും അഴുകാതെ ഇരിക്കുന്നു എന്നാണ്. അല്ല, അങ്ങനെയല്ലേ? നമ്മുടെ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം അഴുകുന്നത് എന്തായിരിക്കും? ഹല്ലേലൂയ. ഏതായിരിക്കും ആദ്യം അഴുകുന്നത്? പാതുകാവിലെ അന്തോണിയുടെ ജീവിതത്തിൽ അഴുകാതെ ഇപ്പോഴും ആ നാവ് വിശുദ്ധിയോടുകൂടി ഇരിക്കുന്നെന്നാണ് പറയുന്നത്. എന്നാൽ ക്രിസ്ത്യാനികളായ നമ്മുടെ ജീവിതത്തിൻ്റെ പാപകരമായ ജീവിതത്തിലൂടെ സൈലൻസ് ഏറ്റെടുക്കാതെ നമ്മൾ സ്ട്രഗിൾസിലൂടെ മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ നാവ് കൊണ്ട് ഉപയോഗിക്കുന്ന അമ്മാനമാടിക്കൊണ്ട് കടന്നു പോകുമ്പോൾ തിരിച്ചറിയുക, നീ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം അഴുകുന്നത് നിന്റെ നാവായിരിക്കും. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയവളായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. എന്നിട്ട് അവൾ എങ്ങനെയാ ജയിച്ചത്? ജയിച്ചേ പറയാമോ? സൈലൻസ്. എതിർത്തോ എന്തെങ്കിലും? ഏറ്റവും കൂടുതൽ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന മക്കൾക്ക് ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്ന ഒരു മാർക്കുണ്ട് അല്ലേ? കൂടുതൽ പ്രശ്നങ്ങൾ കാണിച്ചാൽ ഇന്റേണൽ മാർക്ക് സാറുമാർ വെട്ടിക്കുറയ്ക്കും. ഇപ്പോൾ കോളേജിൽ ഇന്റേണൽ മാർക്ക് കിട്ടണമെന്ന് പലപ്പോഴും ചിന്തിച്ചുകൊണ്ട് മൗനതയിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മുടെ മക്കൾ. ഏറ്റവും കൂടുതൽ ഇന്റേണൽ മാർക്ക് മേടിച്ചതാരാ? പരിശുദ്ധ കന്യകാമറിയം. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇന്റേണൽ മാർക്ക് മേടിച്ചതാ പരിശുദ്ധ കന്യകാമറിയം. എന്താ അതിനർത്ഥം? ഇന്റേണൽ, ആന്തരികം, മാർക്ക്, അടയാളം അല്ലെങ്കിൽ മുറിവ്. ആന്തരിക അടയാളം അല്ലെങ്കിൽ മുറിവ്, ഇന്റേണൽ മാർക്ക്. ഏറ്റവും കൂടുതൽ മേടിച്ച വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. സഹോദരങ്ങളെ, തിരിച്ചറിയുക, മൗനം കൊണ്ട് ജയിക്കുന്ന കല്ലുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ആ കല്ലുകളെ ആദ്യം കർത്താവ് എങ്ങനെയാ ജയിച്ചത്? മൗനം കൊണ്ട്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ചില കല്ലുകൾ മൗനം കൊണ്ട് നമ്മൾ വിജയിക്കണം. നമ്മുടെ മക്കളോട് നമ്മൾ പറയാറുണ്ട്, കൂടുതൽ സംസാരിക്കുക എന്ന്. നമ്മുടെ മക്കളെ എന്തിന് നീ പറയുക, കോളേജിൽ പറയുക, കൂട്ടുകാരോട് പറയുക, സമൂഹത്തോട് പറയുക എന്ന് പറയുന്ന നമ്മൾ ഇതുകൂടെ പറയാൻ പഠിപ്പിക്കണം. ചില സ്ഥലങ്ങളിൽ
നിശബ്ദതയോടെ. ഹല്ലേലൂയ. ചില സ്ഥലങ്ങളിൽ നിശബ്ദതയോടെ സൈലൻസായി നീ പോകണമെന്ന് മക്കളെ പഠിപ്പിക്കുക. നമ്മളെല്ലാവരും പറയാനാ പഠിപ്പിക്കുന്നത്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാമത്തെ കല്ല് സ്ട്രഗിൾസ്, കർത്താവ് നേരിട്ടത് സൈലൻസിലൂടെ. രണ്ടാമത്തെ കല്ല് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 59-ാമത്തെ തിരുവചന ഭാഗം. ഏതാ സന്ദർഭം? എന്താ? കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിൽ വചനം പറയാൻ നിൽക്കുക. വചനം പ്രഘോഷിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു നിൽക്കുന്ന സന്ദർഭ ഭാഗമാണ് 8-ാം അധ്യായം 59-ാമത്തെ തിരുവചന ഭാഗം. അവിടെ കർത്താവ് പറയുകയാണ്, വചന വിഷയം നിത്യത. കർത്താവ് പറഞ്ഞു, അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട്. അതാണ് വിഷയം. അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ കേട്ടുകൊണ്ടിരുന്ന ജനങ്ങൾ എന്താ ചെയ്തേ? കല്ലുകൾ എടുത്തു. അവനെ എറിയാനായി കല്ലുകൾ എടുത്തു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ജീസസ് hid himself and went out of the temple. അവൻ അവിടെ നിന്ന് മാറിപ്പോയി. അതാണ് ആ കല്ലിന് ഞാനൊരു പേരിടുകയാണ്, പ്രാണൻ എടുക്കുന്ന കല്ലുകൾ. ഹല്ലേലൂയ. നിത്യതയെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ കർത്താവ് വചനത്തിലൂടെ പറയുകയാണ്, അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ഞങ്ങളുടെ വേണ്ടപ്പെട്ടവനാ, അവന് മുമ്പേ നീ ഉണ്ടോ? നീ വെറും പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, ഇങ്ങനെ നുണ പറയുകയാണോ എന്ന് പറഞ്ഞ് കല്ലുകളെടുത്ത് എറിയാൻ തുടങ്ങിയപ്പോൾ യേശു ക്രിസ്തു ജീസസ് hid himself and went out of the temple. അവൻ ദേവാലയത്തിൽ നിന്നും മാറിപ്പോയി. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദേവാലയത്തിൽ നിന്നും മാറിപ്പോയി. ചില കല്ലുകളോട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. ചില രോഗങ്ങളോട് നമുക്ക് ഫൈറ്റ് ചെയ്യാം, ചില വേദനകളോട് നമുക്ക് ഫൈറ്റ് ചെയ്യാം. എന്നാൽ ചില കല്ലുകളെ നമ്മൾ ഒഴിഞ്ഞു മാറുക. ഫൈറ്റിൻ്റെ കൂടെ ഒരു എല്ലുകൂടെ ഇട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഫൈറ്റിൻ്റെ കൂടെ ഒരു എല്ലുകൂടെ ഇട്ടാലോ ഫ്ലൈറ്റ് ചെയ്യുക. ഹല്ലേലൂയ. നീ ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. ചില കല്ലുകൾ നിന്റെ പ്രാണനെടുക്കുന്ന കല്ലുകളാ. ആ കല്ലുകളിൽ നിന്നും നീ ഫ്ലൈറ്റ് ചെയ്ത് മാറുക. ചില മൊബൈലിൽ ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തി പെട്ടെന്നൊരു ഹലോ ഇട്ടു, നീ അതിൽ നിന്നും തെന്നി മാറുക. നീ അതിലേക്ക് കയറിപ്പോയാൽ അടുത്ത എന്താ അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? ആ കല്ലിൻ്റെ പിന്നാലെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഹല്ലേലൂയ. സഹോദരങ്ങളെ തിരിച്ചറിയുക. ഒരു ദിവസം നിങ്ങൾ കോളേജിൽ പോകുന്ന സമയത്ത് ഒരു ബസ്സിൽ നിരന്തരം നിന്നെ ശല്യം ചെയ്യുന്നവനുണ്ട്. അടുത്ത ദിവസം നീ ആ ബസ്സിൽ നിന്ന് മാറി വേറെ ബസ്സിലേക്ക് പോ. എന്തിനാ നീ അതിൽ പോരാടാൻ പോകുന്നേ? എന്തിനു നീ പോരാടുന്നു? ചില കല്ലുകളിൽ നിന്നും നീ ഒഴിഞ്ഞു മാറുക. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. 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 ഡിസയർ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഓപ്പർച്യൂണിറ്റി കൂടെ വരുമ്പോൾ എന്തായി മാറുന്നു? അവിടെ തുടങ്ങുന്നു സിൻ. ഡിസയർ പ്ലസ് ഓപ്പർച്യൂണിറ്റി ഈസ് ഈക്വൽ ടു സിൻ. ആഗ്രഹം പ്ലസ് അവസരം ഈസ് ഈക്വൽ ടു പാപം. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ചില കല്ലുകളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നീ ശ്രമിക്കണം. നിന്റെ ഭർത്താവ് അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒരു ഹലോ എന്ന് പറയുന്ന കല്ല് വീഴുമ്പോൾ അതിൽ നിന്ന് തെന്നി മാറാൻ നീ ശ്രമിക്കണം. ഭാര്യ അറിയാതെ ഒരു ഹായ് എന്ന് പറയുമ്പോൾ ആ ഹായ് എന്ന കല്ലിനെ മാറ്റിവെക്കുവാൻ നീ ശ്രമിക്കണം. നിന്റെ മാതാപിതാക്കൾ അറിയാതെ ഒരു ഹലോ എന്ന കല്ലോ ഒരു ഹായ് എന്ന കല്ലോ വരുമ്പോൾ അതിൽ നിന്നും തെന്നി മാറി ഫ്ലൈറ്റ് ചെയ്യാനായി നീ ശ്രമിക്കണം. നീ ഫൈറ്റ് ചെയ്യാൻ പോകരുത്. അതാ കർത്താവ് പറഞ്ഞത്, ചില കല്ലുകളെ നിങ്ങൾ ഒഴിഞ്ഞു മാറുക. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറണം.
ഇന്ന് നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ ആ സാഹചര്യമാകുന്ന കല്ലുകളിൻ്റെ പിന്നാലെ കടന്നുപോയി ആ കല്ലേർ ഏറ്റെടുത്തുകൊണ്ട് പോരാടുവാൻ നിൽക്കുമ്പോൾ തിരിച്ചറിയുക, ആ കല്ല് നിന്റെ പ്രാണനും എടുത്തുകൊണ്ടേ പോകുകയുള്ളൂ. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഷേക്കൻ കൊടുത്തോണ്ട് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പണ്ട് ചങ്ങമ്പുഴയുടെ രമണനിലൊരു പാട്ടുണ്ട് അല്ലേ, അതിമനോഹരമായൊരു പാട്ട്. എന്താ പാട്ട് അറിയോ? കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ. ഇപ്പം എങ്ങനെയാ നമ്മൾ പാടുന്നേ? ഡാഡി മമ്മി വീട്ടിലില്ല, ആരും നോക്കാനില്ല, ഇങ്ങ് പോര്. ഹല്ലേലൂയാ. അതാ അവസ്ഥ. നമ്മൾ പാടുന്ന അങ്ങനെയാ. ഇന്നത്തെ പാട്ടതാ. ഡാഡി മമ്മി വീട്ടിലില്ല, അയൽവാസികളെല്ലാവരും കല്യാണത്തിന് പോയി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കമോൺ ബേബി മൈ ഡിയർ പ്ലീസ് കം, ഐ ആം അലോൺ. പിന്നെ അടുത്തെന്താ പരിപാടി? ഹല്ലേലൂയാ. ഇതവസ്ഥ. തിരിച്ചറിയുക, ചില കല്ലുകൾ, ചില പോരാട്ടത്തിൻ്റെ കല്ലുകൾ നിന്റെ ജീവിതത്തെ തകർക്കുവാൻ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ ജീവിതം എന്താ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ തകർക്കുവാൻ കടന്നു വരുന്ന ചില കല്ലുകളിൽ നിന്നും നീ ഒഴിഞ്ഞു മാറണം. നീ ഫൈറ്റ് ചെയ്യാൻ നിൽക്കണ്ട, നീ ഒഴിഞ്ഞ് മാറണം. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മൂന്നാമത്തെ കല്ല് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 39-ാമത്തെ തിരുവചനം. അതിന് ഞാനൊരു പേരിടുകയാണ്, സ്റ്റോൺ ഓഫ് ഇംപോസിബിലിറ്റി. അസാധ്യതയുടെ കല്ല്, അസാധ്യതയുടെ കല്ല്. ഇവിടെ മാർത്ത മറിയം, അവരുടെ ജീവിതത്തിൽ ഒരേ ഒരു സഹോദരൻ ലാസർ മരണപ്പെട്ടു. ഇന്ന് 4-ാം ദിവസം. എത്രാം ദിവസം? 4-ാം ദിവസം. പോസിബിലിറ്റി ഇല്ലാത്തൊരു ദിവസം. ബൈബിളിൽ 3-ാം ദിവസം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ, വിജയത്തിൻ്റെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. കാനായിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അത് 3-ാം ദിവസം. ഹല്ലേലൂയാ. മോറിയയിൽ അബ്രഹാം തൻ്റെ മകനെ ബലി കൊടുക്കാൻ പോയത് 3-ാം ദിവസം. യോനായെ തിമിംഗലം ഛർദ്ദിച്ചിട്ടത് 3-ാം ദിവസം. ഹല്ലേലൂയാ. ഇങ്ങനെ ബൈബിളിൽ 3-ാമത്തെ ദിവസം എന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. പക്ഷെ ഇവിടെ എത്രാമത്തെ ദിവസമാണ്? 4-ാം ദിവസം നിൽക്കുന്നു. അതാണ് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞത്. എന്താ പറയുന്നത്? സ്റ്റോൺ ഓഫ് ഇംപോസിബിലിറ്റി. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു വരുമ്പോൾ ആ പ്രതീക്ഷകളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം നിന്റെ ജീവിതത്തിൽ, നീ ഇന്ന് 4-ാം ദിവസമാണോ എങ്കിൽ നീ 3-ാം ദിവസത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് അനുഗ്രഹമായി മാറും. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനം വാഗ്ദത്ത കാനാൻ ദേശത്തിലേക്ക് കടന്നു പോകുമ്പോൾ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. പിന്നിൽ ഈജിപ്തിൻ്റെ പടയാളികൾ. അവർ നിന്നത് ഏത് ദിവസമാണ്? 4-ാം ദിവസം. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ദിവസം. അതാണ് 4-ാം ദിവസം, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ദിവസം. മുമ്പിൽ ചെങ്കടൽ, പിന്നിൽ ഈജിപ്തിൻ്റെ പടയാളികൾ. യഥാർത്ഥത്തിൽ അതാണ് ലോക്ക് ഡൗൺ. ഹല്ലേലൂയ. ലോക്ക്ഡൗൺ, യഥാർത്ഥ ലോക്ക്ഡൗൺ അതാ. മുന്നിൽ പോകാനും പറ്റില്ല, പിന്നിൽ ഓടാനും പറ്റില്ല. യഥാർത്ഥത്തിൽ ആദ്യത്തെ ലോക്ക്ഡൗൺ നടന്നത് ഇസ്രായേൽ ജനങ്ങൾ വാഗ്ദത്ത കാനാൻ ദേശത്തിലേക്ക് കടന്നു പോകുമ്പോൾ. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കിടക്കുന്നൊരവസ്ഥകളിലൂടെ കടന്നു പോകുന്നൊരു ജനം. ഇവിടെ ധ്യാനത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ സഹോദരി സഹോദരന്മാരെ തിരിച്ചറിയുക, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഏത് ദിവസമാ? The stone of impossibility. കർത്താവ് പറയുന്നു, നിന്റെ ഇമ്പോസിബിലിറ്റിയുടെ മുമ്പിൽ, നിന്റെ വേദനയുടെ മുമ്പിൽ, നിന്റെ ദുഃഖത്തിന്റെ മുമ്പിൽ നീ നിൽക്കുന്നത് 4-ാം ദിവസമാണ്. അതാണ് ഇവിടെ മാർത്തയുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ യേശുവിനോട് പറയുന്നത്, കർത്താവേ ഇത് 4-ാം ദിവസം. ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. ബിക്കോസ് ഓൾറെഡി അതെന്ത് ചെയ്തു? ചീഞ്ഞ്
നാറാൻ തുടങ്ങിക്കാണും. കർത്താവ് എങ്ങനെയാ അത് ജയിച്ചത്? സ്വർഗത്തെ നോക്കി പ്രാർത്ഥിച്ചു. അതിനെ 3-ാം ദിവസമാക്കി മാറ്റി. ഇവിടെ യേശുനാമ സൗഖ്യദാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, കർത്താവായ ദൈവം ഇന്ന് പറയുകയാണ്, നിന്റെ 4-ാം ദിവസം 3-ാം ദിവസമാക്കി മാറ്റുവാൻ കർത്താവ് തയ്യാറാണ്. നീ തയ്യാറാണെങ്കിൽ 4-ാമത്തെ കല്ല്, ദ സ്റ്റോൺ ഓഫ് ഇംപോസിബിലിറ്റി, അസാധ്യതയുടെ കല്ലുകൾ, ഇതാ കർത്താവ് മാറ്റുവാൻ തയ്യാറാ. കർത്താവ് എടുത്ത് മാറ്റുവാൻ തയ്യാറാ. നീ തയ്യാറാണെങ്കിൽ വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നീ രോഗത്തിൽ നിൽക്കുകയാണ്, 4-ാമത്തെ ദിവസം പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ കർത്താവ് പറയുന്നു, അത് നീ വിജയിക്ക, സ്വർഗത്തെ നോക്കി നീ പ്രാർത്ഥിക്ക്. ആ 4-ാം ദിവസം 3-ാം ദിവസമായി മാറും. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തമായി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത 4-ാമത്തത് പറയുന്നൊരു ഇതുണ്ട്. 4-ാമത്തെ കല്ല് ഏതാ കല്ല്? മരണത്തിനും ജീവിതത്തിലും ഇടയ്ക്കുള്ള ഒരു കല്ല്. സ്റ്റോൺ മിഡ്സ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 3-4 തിരുവചന ഭാഗങ്ങൾ. ഈ വചനഭാഗം നമുക്ക് സുപരിചിതമായ വചനഭാഗമാണ്. ഇവിടെ കർത്താവ് കല്ലറയ്ക്കകത്ത് കിടക്കുകയാണ്. ഇവരെ കാണാനായിട്ട് ഓടുകയാണ്. ആരാ? തൻ്റെ സഹോദരങ്ങൾ ഓടുകയാണ്. ഓടുന്ന സമയത്ത് പ്രതീക്ഷകളുണ്ടോ എന്ന് ചോദിച്ചാൽ നേരിയ പ്രതീക്ഷ അവർക്കുണ്ടോ? ഇല്ല. ഇരുട്ട്, മുന്നോട്ട് വഴികൾ കാണാനില്ല. ഞാനൊരു ചോദ്യം ചോദിക്കുക. ഇവർ പോയപ്പോൾ കർത്താവിൻ്റെ കല്ലറയുടെ കല്ല് മാറിയിരിക്കുന്നത് കണ്ടു. ആണോ? ആണോ? മാറ്റിയതാണോ മാറിയതാണോ? മാറ്റിയതാണോ മാറിയതാണോ? മാറിയതാ. നിന്റെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലൂടെ നടന്നു പോകുമ്പോൾ ഡോക്ടർ വിധി എഴുതും, ഇത് സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ സർവശക്തനായ ദൈവം പറയും, ഇതാ നിന്റെ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു, മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. പെട്ടെന്ന് നെഞ്ചിനകത്തൊരു തടുപ്പ്. ആശുപത്രിയിൽ പോയി. ഡോക്ടർ പറഞ്ഞു, നമുക്കിന്ന് ബയോപ്സിക്കിന് അയക്കാം, നിങ്ങൾ പൊക്കോ. തിരിച്ചു വരുമ്പോൾ അന്ന് വരെ ഇല്ലാത്ത പ്രാർത്ഥന. നൊവേനകളാണെങ്കിൽ നൊവേന, വിശുദ്ധന്മാരെ വിളിക്കേണ്ടവർ വിശുദ്ധന്മാരെ വിളിക്കും. എന്തൊക്കെയുണ്ടോ അതെല്ലാ പ്രാർത്ഥനകളും നമ്മൾ നടത്തും, അല്ലേ? റിസൾട്ട് അടുത്ത ആഴ്ച വരും. ആ ഒരാഴ്ച നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഹല്ലേലൂയ. എന്തായിരിക്കും അവസ്ഥ? ആശുപത്രിയുടെ വരാന്തകളിലൂടെ നടന്നു നീങ്ങുമ്പോൾ കാൽമുട്ടുകൾ ഇങ്ങനെ അടിക്കാൻ തുടങ്ങുക. ചങ്കിൻ്റെ താളങ്ങൾ ടപ്പ് ടിപ്പ് ടപ്പ് ടിപ്പ് ടപ്പ് ടിപ്പ് അടി വേഗത തുടങ്ങി. കൈകാലുകൾ വിറച്ചു. ഡോക്ടറിൻ്റെ മുമ്പിലേക്ക് കടന്നു പോകുമ്പോൾ ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു, നിന്റെ മുഴ മാറി. ഹല്ലേലൂയ. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള കല്ലുകൾ, ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള കല്ലുകളെ മാറ്റുവാൻ കഴിയണമെങ്കിൽ എന്തായിരുന്നു കല്ലറയിലേക്ക് കടന്നുപോയ ഈ സഹോദരങ്ങൾക്കുണ്ടായത്? വെളിച്ചം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ല. കല്ല് മാറ്റുമോ മാറുമോ എന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നോ? ഇല്ല. എന്നിട്ടും അവര് പോയി. ഹല്ലേലൂയ. അല്ലെ, അവർ ഇരുട്ടത്താ പോയേ. പ്രതീക്ഷകൾ ഒന്നും തന്നെ ഇല്ല, ഇരുട്ട്. ഇനി ആ കല്ല് ആര് മാറ്റും? ഒരു ചോദ്യചിഹ്നം. ഇങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും അവർ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആ ഇരുട്ടത്ത് അവർ നടന്നുപോയപ്പോൾ കല്ലുകൾ മാറ്റപ്പെട്ടു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. 5-ാമത്തെ കല്ല്, യേശു അഭിമുഖീകരിച്ച 5-ാമത്തെ കല്ല്, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, പ്രലോഭനത്തിൻ്റെ കല്ലുകൾ.
4 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരസ്യ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വിശന്ന് ഇരിക്കുക. ഇപ്പം നമ്മളും വിശന്നായിരിക്കുന്നത്. ഈ വിശന്നിരിക്കുന്ന സമയത്ത് പിശാച് കടന്നു വന്ന് ഇഡ്ഡലി പോലെ ഇരിക്കുന്ന ഒരു കല്ല്, അല്ലേ, ഇഡ്ഡലി പോലെ ഇങ്ങനെ ഇരിക്കുക കല്ല്. ആ ഇഡ്ഡലി പോലെ ഇരിക്കുന്ന കല്ലിനെ നോക്കി പിശാച് പറഞ്ഞു, നീ അപ്പമാക്കിക്കൂടെ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? മനുഷ്യൻ പിന്നെ എന്താ പറഞ്ഞേ? വചനം അവൻ എടുത്തുപയോഗിച്ചു. പ്രലോഭനത്തിൻ്റെ കല്ലുകൾ നിന്നെ പിടിക്കുവാൻ കടന്നു വരുമ്പോൾ, പ്രലോഭനത്തിൻ്റെ കല്ല് നിന്നെ കാർന്നു തിന്നുവാൻ കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നീ എടുത്തുപയോഗിക്കാൻ തയ്യാറായാൽ ആ കല്ല് നിന്നിൽ നിന്നും മാറിപ്പോകും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമുയർത്തി ഹല്ലേലൂയാ. ഇവിടെ 5 കല്ലുകളെ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കല്ല് ഏതാ പറയാമോ? സ്റ്റോൺ ഓഫ് സ്ട്രഗിൾസ്. രണ്ടാമത്തെ, ഈ സ്റ്റോൺ ഓഫ് സ്ട്രഗിൾസിനെ എങ്ങനെ നേരിടണം? നിശബ്ദതയോടെ, സൈലൻസിൽ ചില കാര്യങ്ങൾ നിശബ്ദതയോടെ നീ സ്വീകരിക്കാൻ തയ്യാറാകണം. രണ്ടാമത്തെ കല്ലേതാ? ഒന്നാമത്തെ നിങ്ങൾ പറഞ്ഞോളൂ. രണ്ടാമത്തെ പ്രാണനെടുക്കുന്ന കല്ല്. ചില കല്ലുകളിൽ നിന്ന് നിങ്ങൾ ഓടി മാറണം. നിന്നെ തകർക്കാൻ, നിന്റെ കുടുംബത്തെ തകർക്കാൻ ചില ഹലോയോ ചില ബന്ധങ്ങളോ കടന്നു വരുമ്പോൾ അതിൽ നിന്നും നീ പോരാടാൻ നിൽക്കരുത്. അതിൽ നിന്ന് നീ തെന്നി മാറുക. മൂന്നാമത്തെ കല്ലേതാ? സ്റ്റോൺ ഓഫ് ഇമ്പോസിബിലിറ്റി. അസാധ്യതയുടെ കല്ല്. നിന്റെ അസാധ്യതയുടെ കല്ല് മാറ്റുവാൻ ഒരുവനുണ്ട്. കർത്താവ് പറഞ്ഞു, അവൻ ആ ഇമ്പോസിബിലിറ്റിയെ നേരിട്ടത് എങ്ങനെയാ? സ്വർഗത്തെ നോക്കി പ്രാർത്ഥിച്ച്. അടുത്ത കല്ലേതാ? ലൈഫ്. ജീവന്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള കല്ലുകൾ. നിന്റെ ജീവന്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള കല്ലുകളെ നേരിടുവാനായി നീ തയ്യാറാകുമ്പോൾ തിരിച്ചറിയുക, നീ വിചാരിക്കും ആരും മാറ്റില്ല എന്ന്. കർത്താവ് നീ പോലും അറിയാതെ മാറ്റും. അതാണ് ഈ ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് നേടാൻ പോകുന്നത്. 5ാമത്തെ കല്ലേതാ? പ്രലോഭനങ്ങളുടെ കല്ലുകൾ. അതെങ്ങനെ നേരിടേണ്ടേ? വചനത്തിലൂടെ. അങ്ങനെ ഈ 5 കല്ലുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു നേരിട്ട ഈ 5 കല്ലുകൾ യേശു എങ്ങനെയാണോ നേരിട്ടത് അതുപോലെ നമ്മളും നേരിടുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറും.